ഉടുമ്പൻചോല നിയോജക മണ്ഡലം 1965 രൂപീകരിച്ചത്. 1967 ആദ്യ തിരഞ്ഞെടുപ്പ്. KT ജേക്കബാണ് ആദ്യ MLA. ഇടതു വലതു മുന്നണികൾ മാറി മാറി വിജയിച്ചിരുന്ന മണ്ഡലം കേരളമൊട്ടാകെ ശ്രദ്ധിക്കുന്നത് 2016 തിരഞ്ഞെടുപ്പോടെയാണ്. 1-2-3 പ്രസംഗം ഉൾപ്പെടെ വലിയ വിവാദമായതിനു ശേഷം സാക്ഷാൽ MM മണി മത്സര രംഗത്തെത്തിയതോടെയാണ് ഉടുമ്പൻചോല കേരള ശ്രദ്ധ ആകർഷിച്ചത്. വാശിയേറിയ പോരാട്ടത്തിൽ അന്ന് 1000-ൽ പരം വോട്ടുകൾക്ക് MM മണി ജയിച്ചു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിറന്നത് ചരിത്രം. ഉടുമ്പൻചോല മണ്ഡലം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ MM മണി MLA വീണ്ടും നിയമസഭയിലേക്ക്. MM മണി പരാജയപ്പെടുമെന്ന് പറഞ്ഞവരെയൊക്കെ ഞെട്ടിച്ച 38,000 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് നേടിയത്. അങ്ങനെ MM മണി ഇടുക്കിക്കാരുടെ മണിയാശാനായി. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും MM മണി തന്നെ മത്സരിക്കുമെന്നതായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ അപ്രതീക്ഷിതമായി CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ വീണ്ടും സ്ഥാനാർത്ഥിയാകുന്നു എന്ന് തീരുമാനിക്കുകയായിരുന്നു. 2001 മുതൽ 2016 വരെ 3 തവണ തുടർച്ചയായി ഉടുമ്പൻചോലയിൽ KK ജയചന്ദ്രൻ MLA ആയിട്ടുണ്ട്. MM മണി മാറുന്നതിൽ ഇടതു പ്രവർത്തകർക്കിടയിൽ ചെറിയ നീരസമുണ്ടെങ്കിലും പരസ്യ പ്രസ്താവനകളൊന്നും KK ജയചന്ദ്രനെതിരെ ഉണ്ടായിട്ടില്ല. അതേസമയം 2001 കൈവിട്ട മണ്ഡലം ഏതു വിധേനയും തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യമാണ് UDF-നുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDF-ന്റെ നേട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. നിലവിൽ മുൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ KS അരുണേരിനാണ് UDF-ൽ മുൻതൂക്കം. ഇബ്രാഹിം കുട്ടി കല്ലാർ, MN ഗോപി എന്നിവരും സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട്. സാമുദായിക പരിഗണന കൂടി മുൻനിർത്തിയായിരിക്കും UDF-ഉം സ്ഥാനാർത്ഥിയെ അന്തിമമായി തീരുമാനിക്കുക. 2016 BDJS-നുണ്ടായ വലിയ മുന്നേറ്റം ഒരിക്കൽ കൂടി ആവർത്തിച്ചാൽ കടുത്ത ത്രികോണ മത്സരത്തിനാകും ഉടുമ്പൻചോല സാക്ഷിയാവുക. നിലവിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോക്സഭയിലേക്ക് ഇടുക്കി മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച സംഗീത വിശ്വനാഥൻ ഉടുമ്പൻചോലയിൽ NDA സ്ഥാനാർത്ഥിയാകും. എന്തായാലും ആരാകും അടുത്ത ഉടുമ്പൻചോല MLA എന്നത് കാത്തിരുന്നു കാണാം.